കിട്ടുന്നില്ല എന്നുള്ള പരാതി നമ്മൾ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. കാരണം ഇന്ന് നമ്മൾ ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾക്ക് എന്തായാലും ചൂണ്ടിട്ടിട്ട് മീൻ കിട്ടുന്നില്ലല്ലോ. ഇനി ഫിഷ് ട്രാപ്പ് ഇട്ടിട്ട് മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഞാൻ അടുത്തത് ആലോചിക്കാൻ വേണ്ടി പോകണത്. പക്ഷെ അല്ല ഗൈസ്, നമ്മൾക്ക് എന്തായാലും കിട്ടും. അത്രയും വലിയൊരു ഫിഷ് ട്രാപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ബഡ്ജറ്റിലുള്ള ഒരു വലിയൊരു ഫിഷ് ട്രാപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വലിയ ഫിഷ് ട്രാപ്പ് ഞാൻ ഈ ഒരു നെറ്റാണ് കേട്ടോ മേടിച്ചത്. എന്നാൽ ഇരുമ്പിൻ്റെ അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ അല്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിന് ഞാൻ 1.5 മീറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 350 രൂപയാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഇവിടെയാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്യണം. നമ്മൾക്ക് കുറച്ച് ടഫായിട്ടുള്ള പരിപാടിയാണെങ്കിലും നമ്മളിത് ചെയ്യണം കേട്ടോ ഗൈസ്. എനിക്കിതിന് മുന്നേ ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കി പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ ഇതിന് മോഡിഫൈ ചെയ്യാം, ഓക്കെ. പക്ഷെ ഗായ്സ്, ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ഇതിന് മീൻ കിട്ടുമോ എന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ മീൻ വെട്ടുന്ന കത്രികയാണ് എടുത്തിട്ടാണ് നമ്മളിത് മുറിക്കണത്. ഇനി നമ്മുടെ അമ്മ വന്നിട്ട് ചീത്ത പറയും, ആരാ മീൻ വെട്ടുന്ന കത്രിക എടുത്തിട്ട് നെറ്റ് വെട്ടണേ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളപ്പോൾ ഇത് വേഗം മുറിച്ച് കഴിഞ്ഞിട്ടില്ലേ അടുക്കളയിൽ കൊണ്ട് കാണാണ്ട് കൊണ്ട് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ചീത്ത കിട്ടും ഗൈസ്. ഇനി നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ ഫുള്ള് കെട്ടണം ഗൈസ്. നമ്മളെ എല്ലാം കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇത്രയും ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എല്ലാം ടൈറ്റ് ആക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് വലിയ വരാലൊക്കെ കിട്ടിയാ ഇതൊക്കെ ഇനിയിപ്പോൾ അവൻ പൊട്ടിച്ചിട്ട് പോയാലോ. അതുകൊണ്ട് എല്ലാം നല്ലതുപോലെ ടൈറ്റ് ആക്കണം കേട്ടോ. ാണ് ഞാൻ ഉദ്ദേശിച്ച് കെട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്ര വട്ടം മതിയോ, ഇതിന്റെ കുറച്ചുകൂടി വട്ടം കുഞ്ഞതാക്കണോ വലുതാക്കണോ ഞങ്ങളൊക്കെ നിങ്ങൾ പറയട്ടെ. നമ്മൾക്ക് അതുപോലെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ സംഭവം യൂസ് ചെയ്ത് കേട്ടോ. അപ്പൊ നമുക്കിത് കട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇത് മോഡിഫൈ ചെയ്ത് വെക്കാലോ. ഈ ട്രാപ്പിന്റെ ഈ അറ്റത്ത് നമ്മളൊരു സെഞ്ചാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവമാണ് വേണ്ടത്. പിന്നെ ഇത് വീട്ടിൽ ആവശ്യമില്ലാണ്ട് കിടക്കുന്ന സാധനമായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ തലപ്പ് നമ്മൾ കട്ട് ചെയ്യണം. കാരണം ഇവിടെ ഒരു ഹോള് പോലത്തെ സംഭവം വേണം. എന്നാലും നമ്മൾക്ക് ഈ മീനൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അത് അഴിക്കുമ്പോൾ മീനൊക്കെ ഇങ്ങനെ താഴത്ത് വരാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. നമ്മളങ്ങനെ കുരുത്തി വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മൾ വണ്ടിൻ്റെ ഉള്ളിൽ വെക്കാം. ഇത് നമ്മൾക്ക് ബൈക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിങ്ങനെ വെക്കാം. പടച്ചോനെ, ഓക്കെ, ഇതവിടെ സെറ്റായി ഗൈസ്. സിലോപ്പി കണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം തോടിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു വയ്യാത്ത സിലോപ്പി? അതുപോലത്തെ സിലോപ്പി ഇതേ കുളത്തിൽ കിട്ടാ. കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് അവൻ മേലെ തന്നെ കയറി ഇങ്ങനെ നിൽക്കുക കണ്ടാ ഗൈസ്. നമ്മളില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് വലിയ സിലോപ്പി മിസ്സായില്ലേ, ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ തീറ്റയൊക്കെ കുഴച്ച് സെറ്റാക്കണം. നമ്മൾ കുറച്ച് നേരം ഇടണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്കൊന്ന് ഫ്രീ ആയിട്ട് നമ്മൾക്ക് കുരുത്തിയൊക്കെ ഇടാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ കുളത്തിലാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്. സംഭവം കണ്ടോ, നമ്മുടെ ഫിഷ് ട്രാപ്പ്. ഇതിലെങ്കിലും മീന് കിട്ടണം. എന്നിട്ട് മീന് കിട്ടുന്നില്ല എന്നുള്ള കമൻറ്റ് നമ്മുടെ ചാനലിൽ നിന്ന് എന്നേക്കുമായിട്ട് നിരോധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഗായ്സ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിലോപ്പിയൊക്കെ ഉള്ള ഒരു സ്ഥലമില്ലേ, നമ്മൾ അവിടെയാണ് കേട്ടോ ഇടാൻ വേണ്ടി പോകുന്നത് ഈ സംഭവം. ഇതിൽ കയറൊക്കെ കെട്ടണം. കയറ് താഴ്ത്തു പോയി. കയറൊക്കെ കെട്ടണം, തീറ്റയൊക്കെ കുഴയ്ക്കണം. നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ കിടക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിലിട്ട് നോക്കാം കേട്ടോ ഗൈസ്. വൈകുന്നേരം ആയതുകൊണ്ടില്ലേ മീനുകളൊക്കെ നല്ല ആക്റ്റീവാണ്. അവർക്കുള്ള പണി വരുന്നുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ. എന്തായാലും നമ്മൾക്ക് ഇത്രയും വലിയ തീറ്റില്ലേ, ആദ്യം കുറച്ച് ഇങ്ങനെയൊക്കെ വെക്കാം. ആദ്യം ഇവിടെ കുറച്ച് ഇങ്ങനെ വെക്കാം. മീനിന് നല്ലപോലെ എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഉള്ളിലേക്ക് ഇടാം. ഇനി ഉള്ളിൽ കുറച്ച് തേച്ചിട്ടുണ്ട്. നമ്മൾ തീറ്റയൊക്കെ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വലിയ സംഭവമില്ലേ, ഇത് നമ്മളതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടാൻ വേണ്ടി പോകണം. നമ്മുടെ കുരുത്തി താഴ്ന്നു പോകുന്നുണ്ട്. അത്ര ആഴേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് എടുക്കാം കേട്ടോ ഗൈസ്. നമ്മൾ കുരുത്തി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മൾ 1 മണിക്കൂർ ആയിട്ടുള്ളൂ ഇട്ടിട്ട്, പക്ഷേ നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. മീനിതിൽ പെട്ടിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഫുള്ളി ഇരുട്ടാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേഗം എടുത്തിട്ട് വീട്ടിൽ പോവാമെന്ന് വിചാരിച്ചു. കുഞ്ഞു മീനുണ്ട്. ഉണ്ട് ഗൈസ്,
രാത്രി ആയതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് പേടി ആയതുകൊണ്ടാണ് കേട്ടോ ഗൈസ് നമ്മൾ പെട്ടെന്ന് തന്നെ ഫിഷ് ട്രാപ്പ് എടുത്ത്. എന്തായാലും നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ മീൻ കിട്ടുന്നത് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഇതിൽ കുറേ നേരം ഇട്ടിട്ട് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്